മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങളും കോടതി ഉത്തരവുകളും ചൂണ്ടിക്കാട്ടി LDF നേതാക്കൾ ഗവർണറെ കണ്ടു. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ ഗവർണർ പരിശോധിക്കണമെന്ന് LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റാതിരിക്കാനാവില്ലെന്നും പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് ഗവർണർ പറഞ്ഞതായും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് LDF നേതാക്കൾ ഗവർണറെ കണ്ടത്. സോളാർ ബാർ കോഴ കേസുകളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആരോപണ വിധേയരാണ്. ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുമില്ല. മുൻപെങ്ങുമില്ലാത്ത വിധം സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നിരിക്കുകയാണെന്നും LDF നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ബാർ കോഴയിൽ ധനമന്ത്രിയായിരുന്ന KM മാണിക്ക് രാജിവെക്കേണ്ടി വന്ന സാഹചര്യവും LDF നേതാക്കൾ ഗവർണറെ ബോധ്യപ്പെടുത്തി. ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ ജനാധിപത്യത്തെ കളിയാക്കുകയാണെന്നും LDF ഗവർണർക്ക് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ ഏറ്റവും ഹീനവും ദുഷ്ടവുമായ സമീപനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായി. ഈ സാഹചര്യത്തിലാണ് അങ്ങ് ഇങ്ങനെയൊരു ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് നിശ്ചയിക്കുന്നത്, നയപ്രഖ്യാപനം നടത്തുന്നു. തമ്മിലുള്ള പൊരുത്തക്കേട് അങ്ങ് ഓർക്കണം. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപ് സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം ഗവർണർ പരിശോധിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റാൻ താൻ ബാധ്യസ്ഥനാണെന്ന് ഗവർണർ LDF നേതാക്കളെ അറിയിച്ചു. LDF നേതാക്കളായ C. ദിവാകരൻ, മാത്യു ടി തോമസ്, AK ശശീന്ദ്രൻ എന്നിവർക്കൊപ്പമാണ് പ്രതിപക്ഷ നേതാവ് ഗവർണറെ കണ്ടത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്ക് ജനപിന്തുണ കിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. സരിതയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന പരാതി സർക്കാർ തലത്തിൽ അന്വേഷിക്കും. ബെന്നി ബെഹനാനും തമ്പാനൂർ രവിക്കുമെതിരായി ഉയർന്നത് വെറും ആരോപണങ്ങൾ മാത്രമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. അത് ആരോപണമല്ലേ? അതാണല്ലോ അത് ഏത് സാഹചര്യത്തിൽ എങ്ങനെയെന്നുള്ളതൊക്കെ അതിനല്ല കമ്മീഷനെ വെച്ചിരിക്കുന്നത്. കമ്മീഷൻ നോക്കട്ടെ. കുറ്റാരോപിതരായിട്ടുള്ളവര് എന്തു പറഞ്ഞാലും അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് നോക്കും. പിന്നെ ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷത്തിന് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇനി എന്തിനു ഭയപ്പെടണം? ഈ ഗവൺമെന്റിന് കിട്ടുന്ന ജനപിന്തുണയിൽ അവർക്കുള്ള ഭയപ്പാടാണ് ഈ ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിച്ച് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കുന്നത്. ഇതിൻ്റെ സത്യം മുഴുവൻ പുറത്തു വരും. പോക്കുവരവ് ഒരു വ്യക്തിക്ക് നൽകുന്ന സൗജന്യമല്ല, അവകാശപ്പെട്ട സേവനമാണ് കേരളത്തിൻ്റെ. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വിശദാംശങ്ങൾ. സൗമ്യ, സോളാർ വിഷയം തന്നെയായിരുന്നു ഇന്നും മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി നേരിട്ട പ്രധാന ചോദ്യങ്ങൾ. എല്ലാം തന്നെ പ്രധാനമായും ഇത്തരത്തിൽ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരിക്കലും ജനപിന്തുണ ലഭിക്കില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. അതോടൊപ്പം തന്നെ സരിതയുടെ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ചും ഒപ്പം ബെന്നി ബെഹനാന്റെയും അതോടൊപ്പം തന്നെ തമ്പാനൂർ രവിയുടെയും ഫോൺ കോളുകൾ വന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിനൊന്നും ആധികാരികത ഇല്ലല്ലോ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി. പ്രത്യേകിച്ചും ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തണം എന്നൊരു ആവശ്യം കഴിഞ്ഞ UDF ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വന്നിരുന്നു. ഇത് സർക്കാർ തലത്തിൽ ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തും. എന്നാൽ അതിൽ ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമാകും നടത്തുക എന്നത് സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്ത ശേഷം മാത്രമാകും അതിലൊരു തീരുമാനമെടുക്കുകയെന്നും അദ്ദേഹം മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച് സോളാർ കേസിൽ ബാബുരാജിന്റെ ഭൂമി പോക്കുവരവ് ചെയ്തു കൊടുത്തതിൽ യാതൊരു അപാകതയും ഉണ്ടായിട്ടില്ല. അത് നിയമപരമായി തന്നെയാണ്, ഒരു പൗരന്റെ അവകാശം തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇതാണ് തനിക്കെതിരായുള്ള ഒരു രേഖയായി സോളാർ കമ്മീഷനിൽ കൊണ്ടുപോയിട്ടുള്ളത്. ഇത്തരത്തിൽ കൃത്യമായ ഒരു തെളിവുകളും സരിത സോളാർ കമ്മീഷനിൽ നൽകിയിട്ടില്ല. ഇത്തരത്തിലുള്ള തെളിവുകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. തനിക്കെതിരായിട്ടുള്ള ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ 1% കഴമ്പുണ്ടെങ്കിൽ താൻ മുഖ്യമന്ത്രി പദമല്ല പൊതുപ്രവർത്തന രംഗം തന്നെ വിടും എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് കമ്മീഷന് മുന്നിൽ നിലവിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ കമ്മീഷൻ പരിശോധിക്കട്ടെ. കമ്മീഷൻ പരിശോധിച്ച ശേഷം അതിൽ ഒരു തീരുമാനമെടുക്കട്ടെ. എന്നാൽ പ്രതിപക്ഷമാകട്ടെ ഇത്തരത്തിലുള്ള അനാവശ്യ വിഷയങ്ങൾക്ക് പിന്നാലെ പോയി സർക്കാരിനെതിരെ സമരം ചെയ്യാനാണ് മുതിരുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയും.
ജനങ്ങളുടെ ഒരു പിന്തുണ സർക്കാരിനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഒപ്പം തന്നെ അതുകൊണ്ട് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഈ നീക്കങ്ങൾക്ക് ജനപിന്തുണ ലഭിക്കില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു സോളാർ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ ഖജനാവിൽ നിന്നും ഒരു രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ രാജിവെക്കുക അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നില്ല. എന്നാൽ ചാരക്കേസുമായി ബന്ധപ്പെട്ടും സർക്കാരിന് യാതൊരുവിധ ഖജനാവിൽ നഷ്ടമുണ്ടാകാഞ്ഞിട്ടും കരുണാകരൻ രാജിവെച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ കരുണാകരന്റെ രാജിയും ഇതും തമ്മിൽ കേസും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെ തീർത്തും വ്യത്യസ്തമായിരുന്നു എന്നുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. സൗമ്യ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. സോളാർ കേസിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി സരിതാ നായരെ സ്വാധീനിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ KPCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവിക്കെതിരെ കേസെടുക്കാനാവില്ലെന്ന് പോലീസിന് നിയമോപദേശം. ഫോൺ സംഭാഷണം തെളിവായി സ്വീകരിക്കാനാവില്ലെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. സോളാർ കേസിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മൊഴി നൽകണമെന്നാവശ്യപ്പെട്ട് KPCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവി സരിതാ നായരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം പുറത്തുവന്നിരുന്നു. സംഭവത്തിൽ രവിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പൊതുപ്രവർത്തകനായ PK രാജുവും DGPക്ക് പരാതി നൽകിയിരുന്നു. പരാതി DGP കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറി. രവിക്കെതിരെ കേസെടുക്കാൻ കഴിയുമോ എന്ന് പോലീസ് നിയമോപദേശവും തേടി. ശബ്ദരേഖകൾ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മൊഴി നൽകണമെന്നും മുഖ്യമന്ത്രിയെ 3 തവണയെ കണ്ടിട്ടുള്ളൂ എന്ന് പറയണമെന്നും തമ്പാനൂർ രവി സരിതയോട് ആവശ്യപ്പെട്ടതിന്റെ രേഖകളായിരുന്നു പുറത്തുവന്നത്. മുഖ്യമന്ത്രി കമ്മീഷന് നൽകിയ മൊഴികൾ പത്രങ്ങൾ വായിച്ച് പഠിക്കണമെന്നും തമ്പാനൂർ രവി ഉപദേശിച്ചിരുന്നു. ബിജു തെമ്മാടിയാണെന്നും തമ്പാനൂർ രവി ടെലിഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. ഫലത്തിൽ മുഖ്യമന്ത്രിക്ക് സരിതയുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖയാണ് സാങ്കേതികത്വത്തിന്റെ പേരിൽ സർക്കാർ ഇല്ലാതാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാർ ജുഡീഷ്യറിയെ അവഹേളിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജുഡീഷ്യറിക്കെതിരായ ഭരണപക്ഷം നടത്തുന്ന ആക്രമണം ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണെന്നും കോടിയേരി പറഞ്ഞു. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്നും സർക്കാർ രാജിവെച്ച് ജനകീയ കോടതിയെ നേരിടാൻ തയ്യാറാകണമെന്നും കോടിയേരി തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ ഏതെങ്കിലും ജഡ്ജി പ്രതികരിച്ചാൽ ആ ജഡ്ജിമാർക്കുണ്ടാകുന്ന അനുഭവം എന്താണ് തൃശ്ശൂരിലെ വിജിലൻസ് കോടതി ജഡ്ജിക്കുണ്ടായ അനുഭവം? ഇത് ജുഡീഷ്യറിയെ ഭയപ്പെടുത്താനാണ്. ഭരിക്കുന്ന കക്ഷി ജുഡീഷ്യറിയോട് ഇത്തരം നിലപാട് സ്വീകരിച്ചാൽ ജുഡീഷ്യൽ സ്ഥാപനത്തിലുള്ളവർ എങ്ങനെയാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കുക? സോളാർ കമ്മീഷൻ ജഡ്ജി, റിട്ടയർഡ് ജഡ്ജി ശിവരാജൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ശവമഞ്ചവും പേറി ഒരു സ്ഥലത്ത് കോൺഗ്രസുകാർ പ്രകടനം നടത്തുന്നത് കണ്ടു. ഇപ്പോൾ സോളാർ കമ്മീഷനും അവർക്ക് വേണ്ടാത്ത കമ്മീഷനായിട്ട് മാറി. ഇങ്ങനെ ജുഡീഷ്യറിക്കെതിരായി നടത്തുന്ന ഈ ആക്രമണം പാർലമെന്ററി ജനാധിപത്യത്തിനെതിരെയുള്ളൊരു വെല്ലുവിളിയാണ്. ഇതിവിടെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ അപലപിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ഉമ്മൻചാണ്ടിയെ നിലമറന്ന് സംരക്ഷിക്കുന്ന ആളാണ് KC ജോസഫ് എന്ന് പിണറായി വിജയൻ. ഇതിന് തെളിവാണ് ജഡ്ജിക്കെതിരെയുള്ള KC ജോസഫിന്റെ പരാമർശം. കോഴയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉദാരമനസ്കരാണെന്നും താൻ മാത്രമല്ല ഒപ്പം നിൽക്കുന്നവരും വാങ്ങണമെന്ന നിലപാടാണ് ഉമ്മൻചാണ്ടിക്കുള്ളതെന്നും പിണറായി പറഞ്ഞു. KC ജോസഫിനെതിരെയുള്ള കോടതി അലക്ഷ്യ പ്രശ്നം ഇത് KC ജോസഫിൻ്റെ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ല. ഒരുപക്ഷെ കോൺഗ്രസ്സിൽ ഈ വലിയ തോതിൽ അപകടകരമായ രീതിയിൽ പറയാത്ത ആളാണ് ജോസഫ്. ആ ജോസഫ് പോലും ഇങ്ങനെയായി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതാണ് കോൺഗ്രസിൻ്റെ ഒരു മികവ് ഇവിടെയാണ് കിടക്കുന്നത്. കാരണം ഒരു ജഡ്ജിക്കെതിരെ വ്യക്തിപരമായി ആക്ഷേപം ഉന്നയിക്കാൻ പാടില്ല എന്നത് മനസ്സിലാക്കാത്തയാളല്ല ജോസഫ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്തയാളായിട്ടാണ് ജോസഫ് നിലകൊള്ളുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്തവർ 3 ആളാണെന്നാണ് സാധാരണ പറഞ്ഞു കേൾക്കാറ്. അപ്പോൾ അതിൽ ഈ മറ്റ് 2 പേർക്കും ഉണ്ടായ പരാതിയൊന്നും ജോസഫിനെതിരെ ഉയർന്നു വന്നതായിട്ട് കണ്ടിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ജോസഫ് തൻ്റെ നില വിട്ടും ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നതാണ് ഈ ജഡ്ജിയെ അവഹേളിച്ച സംഭവം.
ജോസ് തെറ്റയിലെതിരായ വിവാദ സിഡിക്ക് പിന്നിൽ ഉമ്മൻചാണ്ടി എന്ന് വെളിപ്പെടുത്തൽ. സോളാറിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ രാഷ്ട്രീയ കരുനീക്കം നടത്തിയത് ബെന്നി ബെഹനാൻ എന്ന സിഡിയിൽ ഉൾപ്പെട്ട നോബി. പണം ആവശ്യപ്പെട്ട നോബി ബെന്നി ബെഹനാനെ വിളിക്കുന്ന ശബ്ദരേഖ പീപ്പിൾ പുറത്തുവിട്ടു. ഹലോ, ബെന്നി സാറേ, നോബിയാണ് വിളിക്കണേ. സാറേ, കാശിന്റെ കാര്യത്തിൽ തീരുമാനം വലുതായോ? എന്നത്തേക്കാവും? ഫാദറായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല, ഞാനായിട്ടല്ലേ ഡീൽ എടുത്തത്. ആ സമയത്ത് ഫാദർ ഉണ്ടായില്ലല്ലോ. എന്താ ചെയ്യാ? എപ്പോ വിളിക്കണം? ഓക്കെ. ഹലോ, നമസ്കാരം. ഷാജഹാനാണേ, കൈരളി ചാനലിൽ നിന്ന്. പറഞ്ഞോളൂ ഷാജഹാൻ, പറഞ്ഞോളൂ. അതെ, നമ്മളിപ്പോ ഓഡിയോയ്ക്കകത്ത് പറയുന്നല്ലോ, അതാരെ ബെന്നി ബെഹനാനോട് സംസാരിച്ചാണോ? അതെ അതെ, ബെന്നി സാറായിട്ട് സംസാരിച്ചു. എന്താ പുള്ളിക്ക് ഇതിന്റെ അകത്തുള്ള പങ്ക് എന്താണ്? പുള്ളി ഇതിന്റെ അകത്ത് വല്ല റോൾ ഉണ്ടായിരുന്നോ പുള്ളിക്ക് ഈ കേസില്? പുള്ളിക്ക് ഇതിനകത്ത് ആണല്ലോ, പുള്ളി എന്റെ കാര്യത്തിൽ പുള്ളിക്കാണല്ലോ ഫുൾ റോള്. അതാ ചോദിച്ചത്, എല്ലാ കാര്യത്തിലും പുള്ളിക്ക് റോൾ ഉണ്ടല്ലോ. അതാ ചോദിച്ചത്, അത് പുള്ളിക്ക് എന്താ ഇതിന്റെ അകത്തുള്ള ഒരു പങ്ക്? അതിനകത്തുള്ള ഒരു പങ്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പങ്ക് തന്നെയല്ല. അത് പുള്ളിക്ക് മാത്രമാണോ? പുള്ളിയുടെ ഇടപെടലാണോ അതാ പുള്ളിക്ക് മോളിൽ നിന്നുള്ള ഇടപെടലാണോ? മോളിന്നുണ്ട്, പുള്ളിക്കുണ്ട്. ഇതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ വെളിപ്പെടുത്താനുള്ളൊരു ഉദ്ദേശമായിട്ട് നിൽക്കുകയാണ്. അതിപ്പോ ഓരോ ദിവസങ്ങളായിട്ട് ചെയ്യാമെന്ന് ചെയ്തിട്ട് നിൽക്കുവാണ്. എന്തായാലും ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് തുറന്നു പറഞ്ഞേ തീരൂ. കാരണം നമ്മളൊരു ഇതിനകത്തൊരു മറവിന്റെ ഉള്ളിന്റെ ആവശ്യം നമുക്കില്ല. ഉമ്മൻചാണ്ടി ഇതിന്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടോ? പിന്നെ പുള്ളിയാണല്ലോ ഇതിന്റെ മെയിൻ ആള്. പുള്ളിയാണല്ലോ ഇതിനകത്ത് മാസ്റ്റർ. പുള്ളിയുടെ തട്ടേൽ കേസിന്റെ പുള്ളിയാണ് മാസ്റ്റർ. അതെ അതെ. പുള്ളി അത് ബെന്നിയെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യിച്ചാണോ? അതിനകത്ത് 4-5 പേര് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്, രാഷ്ട്രീയക്കാരാണ്. ഡിജിറ്റൽ തെളിവുകൾ നാളെ സോളാർ കമ്മീഷനിൽ ഹാജരാക്കുമെന്ന് സരിത പറഞ്ഞു. ഇതോടൊപ്പം ഹാജരാക്കുന്ന കത്തിൽ ചിലരുടെ പേരുകളുണ്ടാകുമെന്നും സരിത കോയമ്പത്തൂരിൽ പറഞ്ഞു. സരിത 1-ാം പ്രതിയായ കരാർ തട്ടിപ്പ് കേസിൽ തുടർച്ചയായി ഹാജരാകാത്തതിനെ തുടർന്ന് 2-ാം പ്രതിയായ ബിജു രാധാകൃഷ്ണന് കോയമ്പത്തൂരിൽ കോടതി അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചു. നാളെ ഇന്ന് ഇത്രയും സമയം അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യുക. അതൊന്ന്. നാളെ ഡിജിറ്റൽ എവിഡൻസ് കൊടുക്കാനുള്ള പ്രിപ്പറേഷൻ എൻ്റെ ഭാഗത്തുണ്ട്. ഡിജിറ്റൽ അല്ലെങ്കിൽ മറ്റുള്ള എവിഡൻസസ് കൊടുക്കാനുള്ള പ്രിപ്പറേഷൻ എൻ്റെ ഭാഗത്തുണ്ട്. അത് ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ചെയ്യും. കോടതി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഒത്തിരി നേരം സംസാരിക്കാൻ പറ്റില്ല. കേരള കോൺഗ്രസ് സെക്യുലറിൽ ഭിന്നത. PC ജോർജിനെ കേരള കോൺഗ്രസ് സെക്യുലറിൽ നിന്ന് പുറത്താക്കി എന്ന് TS ജോൺ വ്യക്തമാക്കി. വിവരങ്ങളുമായി ഉമേഷ് ചേർന്നുണ്ട്. ഉമേഷ്, വിശദാംശങ്ങളിലേക്ക്. സൗമ്യ, PC ജോർജിനെ കേരള കോൺഗ്രസ് സെക്യുലറിൽ നിന്ന് പുറത്താക്കിയതായാണ് ഇപ്പോൾ പാർട്ടി ചെയർമാൻ TS ജോൺ അറിയിച്ചിരിക്കുന്നത്. പാർട്ടി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചതിനെ തുടർന്നാണ് PC ജോർജിനെ പ്രത്യേക ക്ഷണിതാവ് സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നത്. പാർട്ടി നിലപാടിന് വിരുദ്ധമായി ജോർജ് ഇടതുപക്ഷവുമായി ചർച്ച നടത്തി. ഇത്തരത്തിൽ ഇടതുപക്ഷവുമായി ചർച്ച നടത്തേണ്ടതില്ല എന്നാണ് പാർട്ടി നിലപാട്. എന്നാൽ അതിന് വിരുദ്ധമായി ജോർജ് ഇടതുപക്ഷവുമായി ചർച്ച നടത്തി. ഇതുകൂടാതെ മാന്യന്മാരായവരെ സമൂഹ മധ്യത്തിൽ വ്യക്തിഹത്യ നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇക്കാരണത്താൽ എല്ലാമാണ് PC ജോർജിനെ ഇത്തരത്തിൽ പ്രത്യേക ക്ഷണിതാവ് സ്ഥാനത്ത് നിന്നും നീക്കിയതെന്ന് ചെയർമാൻ TS ജോൺ അറിയിക്കുകയുണ്ടായി. ഇതിനു പുറമെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്കൊപ്പം സഹകരിക്കണമെന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടില്ല. അത് പാർട്ടി സംസ്ഥാന സമിതി യോഗം ചേരും, അതിനുശേഷം തീരുമാനിക്കുമെന്നും TS ജോൺ അറിയിച്ചു. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. വിഴിഞ്ഞം തുറമുഖ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. ഹരിത ട്രിബ്യൂണലിന്റെ ദില്ലി പ്രിൻസിപ്പൽ ബെഞ്ച് കേസ് പരിഗണിക്കരുതെന്ന ആവശ്യമാണ് സുപ്രീം കോടതി തള്ളിയത്. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമർപ്പിച്ച ഹർജികളിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ അന്തിമ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി ഹരിത ട്രിബ്യൂണലിനോട് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക അനുമതി നൽകിയതിനെതിരെ സമർപ്പിച്ച ഹർജികളിൽ ഹരിത ട്രിബ്യൂണലിന്റെ ചെന്നൈ ബെഞ്ച് നേരത്തെ വാദം കേട്ടിരുന്നു. അന്തിമ വിധിന്യായം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ഹർജികളെല്ലാം പരാതിക്കാരന്റെ ആവശ്യം പരിഗണിച്ച് ഹരിത ട്രിബ്യൂണലിന്റെ ദില്ലി ആസ്ഥാനമായ പ്രിൻസിപ്പൽ ബെഞ്ചിലേക്ക് മാറ്റി. ഈ നടപടി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരും തുറമുഖ വകുപ്പും ഉന്നയിച്ച വാദമുഖങ്ങളാണ് സുപ്രീം കോടതി തള്ളിയത്. ചെന്നൈ ബെഞ്ചിലെ കേസ് ദില്ലിയിലേക്ക് മാറ്റാൻ ഹരിത ട്രിബ്യൂണലിന്റെ പ്രിൻസിപ്പൽ ബെഞ്ചിന് അധികാരമില്ലെന്നായിരുന്നു കേരളത്തിന്റെ പ്രധാന വാദം.
ഇക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വിശദവാദം കേട്ടു. പാരിസ്ഥിതിക വിഷയം ഉന്നയിച്ചുള്ള കേസിൽ ഹരിത ട്രിബ്യൂണൽ വിധി പറയുന്നതിൽ തെറ്റില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിധിക്കെതിരെ സംസ്ഥാനത്തിന് സുപ്രീം കോടതിയെ സമീപിക്കാം. പക്ഷേ വിധി പറയുന്നത് തടയാനാകില്ല. തുടർന്ന് 6 ആഴ്ചയ്ക്കുള്ളിൽ വിഴിഞ്ഞം കേസിൽ അന്തിമവിധി പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതി ഹരിത ട്രിബ്യൂണലിന് നിർദ്ദേശം നൽകി. നേരത്തെ ട്രിബ്യൂണൽ വിധി പ്രസ്താവനത്തിനെതിരെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്ന താൽക്കാലിക സ്റ്റേ പിൻവലിക്കുകയും ചെയ്തു. പദ്ധതിയുടെ നിയമവശങ്ങൾ സുപ്രീം കോടതി പരിശോധിച്ചാൽ പദ്ധതി തന്നെ നിർത്തിവെക്കേണ്ടി വരുമെന്ന് വാദത്തിനിടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് കേരളത്തിന് മുന്നറിയിപ്പ് നൽകി. വികസനം ചൂണ്ടിക്കാട്ടി കോടതി വാദങ്ങൾ തടയാനാകില്ലെന്നും സുപ്രീം കോടതി പരാമർശം നടത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. നാടകം ലഭിക്കുന്ന ഉജ്ജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് എറണാകുളം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. കളമശ്ശേരി, ആലുവ, പെരുമ്പാവൂർ, പുത്തൻകുരിശ് എന്നിവിടങ്ങളിൽ ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകും. ജാഥാനായകൻ അഭിവാദ്യമർപ്പിക്കാൻ വൻ ജനക്കൂട്ടമാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും എത്തുന്നത്. സാലി മുഹമ്മദ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സാലി, ഇപ്പോൾ ജാഥ എവിടെയാണ് ഉള്ളത്? ഇന്ന് ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് സ്വീകരണം നൽകുക? സൗമ്യ, ഇന്ന് ജാഥ എറണാകുളം ജില്ലയിൽ 2-ാം ദിവസത്തെ പര്യടനമാണ്. ആദ്യ സ്വീകരണ കേന്ദ്രം കളമശ്ശേരിയായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഇനിയുള്ള സ്വീകരണ കേന്ദ്രങ്ങളുള്ളത്. രാവിലെ കളമശ്ശേരിയിൽ അങ്ങേയറ്റം ആവേശകരമായ സ്വീകരണമാണ് ജാഥയ്ക്ക് ലഭിച്ചത്. ആയിരക്കണക്കിന് പ്രവർത്തകർ ചേർന്ന് തുറന്ന വാഹനത്തിൽ പിണറായിയെ കളമശ്ശേരിയിലെ സ്വീകരണ വേദിയിലേക്ക് ആനയിക്കുകയായിരുന്നു. അതിൽ വലിയ പങ്കും യുവാക്കളായിരുന്നു ഈ സ്വീകരണ പരിപാടിയിൽ എത്തിച്ചേർന്നതെന്നൊരു സവിശേഷത കൂടിയുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടുകൂടി അടുത്ത സ്വീകരണ കേന്ദ്രം ആലുവയിലാണ്. തുടർന്ന് പെരുമ്പാവൂരിലും. ഇന്നത്തെ സമാപനം കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പുത്തൻകുരിശിലാണ് ഇന്നത്തെ സമാപനം ക്രമീകരിച്ചിരിക്കുന്നത്. നാളെയും എറണാകുളം ജില്ലയിൽ പര്യടനം തുടരും. ഏതായാലും ഇന്ന് രാവിലെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. എറണാകുളം മേഖലയിലെ വ്യാവസായിക, സാമ്പത്തിക, സാമൂഹിക, കലാ, സാംസ്കാരിക, ചലച്ചിത്ര മേഖലകളിലെ പ്രമുഖരുമായി പിണറായി ആശയവിനിമയം നടത്തി. ഒട്ടേറെ പ്രമുഖർ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ചലച്ചിത്ര സംവിധായകൻ B. ഉണ്ണികൃഷ്ണൻ, രഞ്ജി പണിക്കർ, ആഷിഖ് അബു, അമൽ നീരദ്, സിബി മലയിൽ, കമൽ, ബാലേന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങി ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയവറം വരെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ഒട്ടേറെ പ്രമുഖർ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ടും പൊതുവിൽ കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും തങ്ങളുടെ നിലപാടുകളൊക്കെ അവർ പിണറായിക്ക് മുമ്പാകെ അവതരിപ്പിച്ചു. ഏതാണ്ട് 1 മണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. തുടർന്നാണ് ജാഥാ പരിപാടിയിലേക്ക് കടന്നത്. അതിന് മുന്നോടി അദ്ദേഹം ജനറൽ ആശുപത്രി, എറണാകുളത്ത് ജനറൽ ആശുപത്രി സന്ദർശിച്ചു. P. രാജീവ് MP ആയിരിക്കെ MP ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു ആശുപത്രിയാണത്. അവിടെ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം പിണറായി നോക്കിക്കണ്ടു. രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെയായി അദ്ദേഹം സംസാരിച്ചു. അതിനുശേഷമാണ് കളമശ്ശേരിയിൽ സ്വീകരണത്തിനെത്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം പ്രൗഢോജ്വലമായ ഒരു വരവേൽപ്പ് തന്നെയാണ് കളമശ്ശേരി പിണറായിക്ക് നൽകിയത്. സാലിഹ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. വിവിധ മേഖലകളിലെ പ്രമുഖരുമായി CPIM PB അംഗം പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നടന്ന പരിപാടിയിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, കലാ, കായികം തുടങ്ങി വിവിധ മേഖലകളിലെ നിരവധി പേരാണ് പങ്കെടുത്തത്. ആരോഗ്യം, വിദ്യാഭ്യാസം, കായികം, സിനിമ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രശ്നങ്ങളാണ് സംവാദത്തിൽ ഉയർന്നത്. ആരോഗ്യമേഖലയുടെ പുരോഗതിക്കായി മികച്ച ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിനൊപ്പം ജീവിതശൈലിയിലെ മാറ്റങ്ങൾക്ക് ഭരണകൂടം നടപടി സ്വീകരിക്കണമെന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം ആവശ്യപ്പെട്ടു. ഡോക്ടർമാരായ പത്മകുമാർ, ഹരീഷ് പിള്ള, ഫിലിപ്പ് അഗസ്റ്റിൻ തുടങ്ങിയവർ വിവിധ ആവശ്യങ്ങൾ നവകേരള മാർച്ചിന്റെ നായകനെ ധരിപ്പിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന അധപ്പതനത്തെക്കുറിച്ചും വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ചുമാണ് ഡോക്ടർ GPC നായർ അടങ്ങിയ പ്രമുഖർ നിർദ്ദേശങ്ങൾ പങ്കുവച്ചത്. ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ ഫെഫ്ക ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചു. ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലെ കേരളത്തിൽ അഭിസംബോധന ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങളെക്കുറിച്ച് വന്നവരൊക്കെ അഭിപ്രായം ഉന്നയിക്കുകയും അതിനോട് വളരെ അർത്ഥവത്തായിട്ട് പ്രതികരിക്കുകയും ചെയ്തു ശ്രീ പിണറായി വിജയൻ. മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നടപ്പാക്കുന്നതിന് ഇടതുപക്ഷം നടപടി സ്വീകരിക്കുമെന്ന് മറുപടി പ്രസംഗത്തിൽ പിണറായി വിജയൻ ഉറപ്പു നൽകി. മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാർ, വ്യവസായി ബീന കണ്ണൻ, ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ, ചലച്ചിത്ര സംവിധായകനായ കമൽ, സിബി മലയിൽ, രഞ്ജി പണിക്കർ, ആഷിഖ് അബു, ജോൺ പോൾ തുടങ്ങിയവരും, എഴുത്തുകാരൻ KL മോഹനവർമ്മ, പ്രൊഫസർ MK സാനു, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ഫാദർ പോൾ തേലക്കാട്ട്, ഫാദർ ഷൈജു, ഡോക്ടർ KR വിശ്വംഭരൻ തുടങ്ങി നിരവധി പ്രമുഖരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഈ മാസം 5-ാം തീയതി കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്ന നാഗ്ജി ഇന്റർനാഷണൽ ക്ലബ് ഫുട്ബോളിനായി കോഴിക്കോട് ഒരുങ്ങി. മേയർ VKC മുഹമ്മദ് കോയയും MK രാഘവൻ MPയും ചേർന്നാണ് ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾക്ക് ടിക്കറ്റ് നൽകിയായിരുന്നു ഉദ്ഘാടനം. ഒരു കളിക്ക് 150 രൂപയാണ് ഗാലറി ടിക്കറ്റ് നിരക്ക്. സൗജന്യ പാസുകളൊന്നും അംഗീകരിക്കില്ലെന്ന് സംഘാടകർ അറിയിച്ചു.